രക്ഷ നേടി ഞാൻ ദൈവകൃപയിൽ നിലനിൽക്കുന്നു. എല്ലാം കൃപയാൽ, ദൈവകൃപയാൽ, വെല്ലും പുകഴാൽ എന്നിൽ വില്ലിയേ. പോൾ പറയുന്നത് എന്താണ്? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്തു തരുന്നതിനെ കുറിച്ച് പ്രസംഗിക്കുന്നതല്ല പോൾ പറയുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ, അതും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഓരുമല്ല പറയുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചൊക്കെ കാര്യം ശരിയാണ്. പക്ഷേ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ പോലും പിറ്റേ ദിവസം യേശു അത് കൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് സാധനങ്ങൾക്ക് വേണ്ടി വരുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന മെസ്സേജസ് ആണ് ഇന്ന് വേണ്ടതെന്നാണ് എൻ്റെ ചിന്ത. കാരണം ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ പ്രസംഗം അന്ന് കേൾക്കാൻ ആളുകൾ വന്നത് തിന്നാൻ കിട്ടുമെന്ന് ചിന്തിച്ചൊന്നുമല്ല. കാര്യം നോട്ടീസിലില്ലായിരുന്നല്ലോ. ദർ വിൽ ബി ഈറ്റിംഗ് ആഫ്റ്റർ മീറ്റിംഗ് എന്നൊന്നും എഴുതിയിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. ഉണ്ടോ? ഒന്നുമില്ല. നോട്ടീസ് അടിക്കുമ്പോൾ നമ്മൾ ചിലപ്പം യോഗത്തിന് ശേഷം ഉച്ചഭക്ഷണം ക്രമീകരിക്കുന്നതാണെന്ന് പോലെ എഴുതി വയ്ക്കും. നമ്മൾ ലഞ്ച് വിൽ ബി പ്രൊവൈഡഡ് ഇല്ലേ? യേശുവിൻ്റെ മീറ്റിംഗ് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല. അപ്പൊ അന്ന് യേശുവിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നവര് പ്രസംഗം കേൾക്കാൻ വന്നവരാ. അവർ ഭക്ഷണം തിരക്കി വന്നവരല്ല. പക്ഷേ അവരോട് മനസ്സലിഞ്ഞ് കർത്താവ് എന്ത് ചെയ്തു? ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഭക്ഷണത്തിന് വേണ്ടി അവർ വന്നത്. ഭക്ഷണം ഓഫർ ചെയ്യുന്നതിന് മുമ്പ് കർത്താവിന്റെ വചനം കേൾക്കാൻ, അല്ലെങ്കിൽ കർത്താവിനെ കണ്ടോണ്ട് അവർ വന്നെങ്കിൽ പിറ്റേ ദിവസം കർത്താവിനെ കണ്ടോണ്ടല്ല അവർ വരുന്നത്. കാരണം തലേദിവസം എന്ത് കിട്ടി? ഇതാണ് ഇന്നും പറ്റുന്നത്. കർത്താവ് മനസ്സലിഞ്ഞ് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഉപകാരത്തിന് വേണ്ടിയാണ് വരുന്നത്. എന്തൊരു കഷ്ടമാണ്. അതുകൊണ്ട് പ്രസംഗങ്ങളിൽ സാധനങ്ങൾക്ക് വേണ്ടി സ്ഥിരമായി വരുന്നവരെ നിരാശപ്പെടുത്തുന്നവരായിരിക്കണം ഇനിയുള്ള പ്രസംഗങ്ങൾ. നമ്മൾ യേശുവിനെ കൊടുക്കണം. ലെറ്റ് ദം ഹാവ് ജീസസ്. യേശുവിനെ. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ട് പോൾ പറയാണ്, മറഞ്ഞിരുന്നതായ മർമ്മം എന്ന് പറയുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുള്ളതാണ്. പഴയ നിയമത്തിലും കർത്താവിന്റെ പിന്നാലെ പോയവർക്കോ പ്രാർത്ഥിച്ചവർക്കൊക്കെ കർത്താവ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തില്ലേ? അതൊരു മർമ്മമൊന്നുമല്ലല്ലോ. നിങ്ങൾ ദൈവത്തെ വിളിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കർത്താവ് നോക്കിക്കോളൂ എന്ന് പറയുന്നതിനകത്ത് എന്തോ വലിയ മർമ്മം. അത് പഴയ നിയമകാലത്തും അവർക്ക് പ്രാർത്ഥിച്ചവർക്ക് കർത്താവ് പ്രാർത്ഥനയുടെ ഉത്തരവൊക്കെ പഴയ നിയമകാലത്തും ഇല്ലേ? അതിനകത്ത് മർമ്മമൊന്നുമില്ലല്ലോ. പക്ഷെ പുതിയ നിയമത്തിൽ ഈ മർമ്മമാകുന്നത് എന്താണ്? പഴയ നിയമത്തിൽ എന്താണ്? ദൈവം നിങ്ങളുടെ ഉള്ളിൽ കയറി ഇരിക്കുമെന്നുള്ളതൊക്കെ പ്രവചനങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വായിച്ച് കണ്ടു കഴിഞ്ഞ് മനസ്സിലാക്കുന്നുള്ളതല്ലാതെ അവിടെ നിന്നും ആൾക്കാർ വന്നൊന്നും എന്തിനു വേണ്ടിയൊന്നുമല്ല, ദൈവത്തെ ഉള്ളിൽ കയറ്റി ഇരുത്താനും ഒന്നുമല്ല പഴയ നിയമത്തിലെ ആളുകൾ പൊതുവെ വന്നു. പക്ഷേ പോൾ പറയാണ്, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നതായ ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ സാധനം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകാനല്ല, സമൃദ്ധിയോടുകൂടെ നിങ്ങൾ ജീവിച്ച് ദൈവത്തിന് നന്ദി കരയറ്റാൻ വേണ്ടിയുമല്ല, അതിനപ്പുറത്തൊരു വലിയ ഒരു വാഗ്ദാനം ദൈവം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിരിക്കും. ആ യൂണിയൻ, ദ യൂണിയൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ വിത്ത് ക്രൈസ്റ്റ്, വിശ്വാസിയും ക്രിസ്തുവും തമ്മിലുള്ള ഏകീഭാവം. ഇതാണ് പോള് തൻ്റെ പ്രസംഗങ്ങളിലും പുസ്തകങ്ങളിലും എംഫസൈസ് ചെയ്തതായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. ചിലപ്പോൾ നമ്മൾ ദൈവശാസ്ത്രപരമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ അവർക്കൊക്കെ ഒരു പൊതുവെ പറയാറുണ്ട്, പൗലോസിന്റെ ദൈവശാസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ നമ്മൾ പെട്ടെന്ന് പറയും വിശ്വാസത്താലുള്ള നീതീകരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പോൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതായിരുന്നു പോളിന്റെ എംഫസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അല്ല. പൗലോസ് അത് പഠിപ്പിച്ചു, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അതിന്റെ എംഫസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വ്യത്യാസമുണ്ടല്ലോ അല്ലേ? അല്ല, എംഫസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഇപ്പോൾ സൺഡേ സ്കൂളിൽ എല്ലാം എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ. പക്ഷേ ആ പഠിപ്പിക്കുന്നതിനകത്ത് 90% ആയിരിക്കത്തില്ല ചിലപ്പം നമ്മൾ എന്താണ് എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അതിനർത്ഥം മറ്റേതൊന്നും വേണ്ടാന്നോ തെറ്റാണെന്നോ ഒന്നുമല്ല. പക്ഷെ ആ ശക്തീകരണം കൊടുത്ത് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ശക്തീകരണം കൊടുത്ത് പഠിപ്പിക്കുന്ന എന്താണ്? പോൾ എന്താണ് ശക്തീകരണം കൊടുത്ത് പഠിപ്പിച്ചത്? നമ്മൾ ചിന്തിക്കുന്നത് പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള സബ്ജക്റ്റ് അല്ല. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന സബ്ജക്റ്റ് പഠിപ്പിക്കേണ്ടി വന്നതിന്റെ തന്നെ ഒരു പ്രധാന കാരണം അതിന്റെ നേരെ വിപരീത ദിശയിൽ പഠിപ്പിക്കുന്നതായ യഹൂദന്മാരോട് സംസാരിക്കേണ്ടി വന്നപ്പോഴാണ്. പ്രത്യേകിച്ചും യഹൂദന്മാരോട് അവരെ റിഫ്യൂട്ട് ചെയ്യുന്ന അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നപ്പോഴാണ് എപ്പോഴും
പോൾ എന്ത് ചെയ്യുന്നത്? വിശ്വാസത്താലുള്ള നീതീകരണത്തെ കൂടുതൽ ശക്തീകരണം കൊടുത്ത് പറയുന്നത് എന്ന ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിഫെൻഡിങ്, ഒരു പ്രതികരണമാണ്, അല്ലാതെ ഇറ്റ്സ് എ ഡിഫെൻഡിങ് ഡോക്ട്രിൻ. അതായത് രക്ഷയെക്കുറിച്ചുള്ള ജൂയിഷ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ റെഫ്യൂട്ട് ചെയ്യാനുള്ള ഒരു 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 ദൈവശാസ്ത്രം എന്ന നിലയിലാണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്നത് പോൾ പഠിപ്പിക്കുന്നത്. അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, വിശ്വാസത്താലുള്ള രക്ഷ എന്നല്ല പഠിപ്പിക്കുന്നത്. ചില ആളുകൾ നമ്മുടെ ഒരു ചിന്തയുണ്ട്, വിശ്വാസത്താലുള്ള രക്ഷ. വിശ്വാസത്താലല്ല രക്ഷ, രക്ഷ കൃപയാലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ രക്ഷ ഒരിക്കലും എന്തിനാലല്ല, വിശ്വാസത്താലല്ല, രക്ഷ കൃപയാലാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിലാണെങ്കിലും നമ്മൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന 8-ാം വാക്യത്തിൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. കൃപ, നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്, അല്ലാതെ നമ്മുടെ വിശ്വാസം കൊണ്ട് പോലുമല്ല. അതിന്റെ കാരണം പെട്ടെന്ന് പറഞ്ഞാൽ ഇതാണ്. ഒന്ന്, രക്ഷ എന്ന് പറയുന്നത് പൂർണ്ണമായും ദൈവമാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. The saving act is initiated by the Savior, not by the person who is saved. രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല രക്ഷ ഇനീഷ്യേറ്റ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു കുഴഞ്ഞ ചേറ്റിൽ കിടക്കുകയാണെന്ന് വെച്ചു, ഞാനങ്ങ് രക്ഷപ്പെടാനായിട്ട് തീരുമാനിച്ചാൽ എന്നെ കൊണ്ട് നടക്കുമോ? ഇല്ല. എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ രക്ഷിതാവ് നിശ്ചയിച്ചാലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എൻ്റെ രക്ഷണ്യ പ്രവൃത്തി, അല്ലെങ്കിൽ ഞാൻ കുഴഞ്ഞേറ്റിൽ കിടക്കുന്ന എന്നെ രക്ഷിക്കുന്നതായ രക്ഷണ്യ പ്രവൃത്തി മുകളിൽ നിൽക്കുന്ന രക്ഷിതാവ് ഇനീഷ്യേറ്റ് ചെയ്താലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃപ എന്നുള്ളത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നും, വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? കൃപ എന്നുള്ളത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നും, വിശ്വാസം എന്നുള്ളത് നമ്മുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രക്ഷിക്കപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ വിശ്വാസം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കുകയാണ്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ്, എനിക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞു കൊടുത്താൽ പിന്നെയും കുഴി തന്നെ കിടന്നു കഴിഞ്ഞാലോ, കുഴഞ്ഞ കയറി കിടക്കുന്ന ഒരുത്ത് നമ്മളൊരു കയറെടുത്ത് താഴോട്ട് ഇട്ട് കൊടുത്തെന്ന് വെച്ചു, അവനവത്തെ പിടിക്കത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ കയറി പിടിക്കുന്നതാണ് ശരിക്കും പറഞ്ഞ വിശ്വാസം. അതായത് അവൻ സമ്മതിക്കുകയാണ്, എന്ത്, ഞാൻ ഈ കുഴഞ്ഞ ചേറ്റി കിടക്കുകയാണ്, എനിക്ക് രക്ഷയില്ല, അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ വന്ന രക്ഷകനിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പൊങ്ങി മുകളിലോട്ട് എല്ലാം എടുത്ത് താഴോട്ട് എടുത്തൊന്നുമില്ല, എന്നെ എന്താണ്, ഐ ട്രസ്റ്റ് ഇൻ മൈ സേവിയർ, എൻ്റെ രക്ഷകനിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ കയറി പിടിക്കുന്നതാണ് ശരിക്കും. നമ്മളിത് ഇതിനെക്കുറിച്ച് പിന്നീട് പഠിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കൃപയാലുള്ള രക്ഷ എന്നാണ് നമ്മൾ പറയേണ്ടത്, അല്ലാതെ വിശ്വാസത്താലുള്ളത് നീതീകരണം എന്നാണ്. വിശ്വാസത്താലുള്ള രക്ഷയല്ല, വിശ്വാസത്താലുള്ള നീതീകരണം. അത് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുന്നത്. എന്നാൽ യഹൂദന്മാർക്ക് രക്ഷയെക്കുറിച്ചുണ്ടായിരുന്ന അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? ആ അണ്ടർസ്റ്റാൻഡിങ്ങിനെ റെഫ്യൂട്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് വിശ്വാസത്താലുള്ള രക്ഷയെ പോൾ എംഫസൈസ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. യഹൂദന്മാരും തന്നെയല്ല, ഏത് റിലീജിയന്റെ ഏത് മതത്തിന്റെയും പ്രത്യേകത, മതത്തിന് ചില കാര്യങ്ങളുണ്ട്. എല്ലാ മതത്തിനും കുറച്ച് ലോയൊക്കെ ഉണ്ട്. എല്ലാ മതത്തിനും ഉണ്ട്. ഏത് മതത്തിനല്ലാതെ എല്ലാ മതത്തിനും നമ്മൾ അനുസരിക്കേണ്ടതായ ചില നിയമങ്ങളുണ്ട്. അതുപോലെ നമ്മൾ വിശ്വസിക്കേണ്ടതായ ചില ഉപദേശങ്ങളുണ്ട്. അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായ, നമ്മൾ ആചരിക്കേണ്ടതായ ചില റിച്വൽസ് ഉണ്ട്, ചില ആചാരങ്ങളുണ്ട്. നമ്മൾ ഫോളോ ചെയ്യേണ്ടതായ, പിന്തുടരേണ്ടതായ ചില പാരമ്പര്യങ്ങളുണ്ട്. എവറി റിലീജിയൻ ഹാവ് ഇഫ് യു ആർ എ റിലീജിയസ് പേഴ്സൺ, നമ്മളൊരു ഒരു മതത്തിന്റെ ആളാണെങ്കിൽ യു നീഡ് ടു ബിലീവ് ദ ഡോക്ട്രിൻസ്. നമ്മൾ അവരുടെ ഉപദേശങ്ങളെ, ആ മതത്തിന്റെ ഉപദേശങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഒബേ ദ കമാൻഡ്മെന്റ്സ്, അത് പറയുന്നതായ കൽപ്പനകളെ നമ്മൾ അനുസരിക്കണം. പ്രാക്ടീസ് ദ റിച്വൽസ്, അവരുടെ ആചാരങ്ങളെ നമ്മൾ അനുഷ്ഠിക്കണം. അതേപോലെ തന്നെ വി നീഡ് ടു ഫോളോ ദ ട്രഡീഷൻസ്, നമ്മളുടെ ആ മതത്തിന്റെ പാരമ്പര്യങ്ങളെ നമ്മൾ പിന്തുടരണം. ഇതാണ് ഒരു റിലീജിയൻ. ഏത് റിലീജിയൻ? ഇതിനകത്ത് യഹൂദ മതത്തിനും വ്യത്യാസമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ മതത്തിനും വലിയ വ്യത്യാസമൊന്നുമില്ല. മറ്റു മതങ്ങളിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് ആ രീതിയിലില്ല. ഓഫ് കോഴ്സ് യഹൂദ മതത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. പക്ഷേ ഈ മതത്തിന്റെ എല്ലാ പ്രത്യേകതകളും എന്തിനും ഉണ്ടായിരുന്നു? യഹൂദ മതത്തിനുമുണ്ട്. അവർക്കും കുറച്ച് ഡോക്ട്രിൻസ് ഉണ്ട്, അവർക്കും ചില കമാൻഡ്മെന്റ്സ് ഉണ്ട്, അവർക്കും ചില റിച്വൽസ് ഉണ്ട്, അവർക്കും ചില ട്രഡീഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു യഹൂദനാകണമെങ്കിൽ ഇതെല്ലാം ഫോളോ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അത് ചെയ്യുന്നവൻ, ഇത് ഫോളോ ചെയ്യുന്നവൻ, അത് ചെയ്യുന്നവൻ, അതായത് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് അവിടെ രക്ഷ എന്ന് പറയുന്നത്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ
അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. അതായത് ന്യായപ്രമാണത്താലുള്ള നീതി, വിശ്വാസത്താലുള്ള നീതി, അടുത്തത് വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു എന്ന് പറഞ്ഞാണ്. നമുക്ക് ന്യായപ്രമാണത്തിലുള്ള നീതിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ളതാണ്. ഇഫ് യു ഡു ഇറ്റ് ദാറ്റ് ഈസ് ബെനഫിഷ്യൽ ഫോർ യു. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അത് ശരിക്കും ലേവ്യ പുസ്തകത്തിലെ ഒരു അതിൻ്റെ 18-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ് പോൾ അവിടെ എടുത്ത് ഉദ്ധരിക്കുന്നത്. 18-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, ആകയാൽ എന്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും, ഞാൻ യഹോവ ആകുന്നു. ഇത് മോശം കാര്യമൊന്നുമല്ല, ഇത് ദൈവത്തിന്റെ നിയമമാണ്. അത് ദൈവത്തിന്റെ തെറ്റിക്കൂടാത്ത നിയമമാണ്. അത് ഇന്നും അത് ന്യായപ്രമാണത്തിന്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും എന്ത് ചെയ്യത്തില്ല, മാറിപ്പോകത്തില്ല. അതുകൊണ്ട് ന്യായപ്രമാണം ഇപ്പൊ ഇല്ലെന്നൊന്നും പറഞ്ഞ് ആർക്കും രക്ഷപ്പെടാൻ കഴിയുമെന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ന്യായപ്രമാണം അവിടെ ഉണ്ട്. അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് പറയുന്നതും ശരിയാണ്. കാര്യം അത് ആരാ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഇസ് സെഡ് ബൈ ഗോഡ്. ദൈവമല്ലേ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായിട്ടും. പക്ഷെ ചെയ്യാൻ നമുക്ക് കഴിവില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ദൈവത്തിന്റെ നിയമം എന്താണ്? അത് ചെയ്യണം എന്ന് തന്നെയാണ്, ചെയ്യണമെന്ന് തന്നെയാണ്. ആ നിയമത്തിന് മാറ്റമൊന്നുമില്ല, ഇപ്പോഴും ഉണ്ട്. എന്നുവെച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ലിറ്ററലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അതല്ല നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാം, പിന്നീട് സംസാരിക്കാം. ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്യുന്ന മനുഷ്യൻ എന്നാൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ ഗലാത്യ ലേഖനം 3:12 പോള് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്ന് ഉണ്ടല്ലോ. ഇത് നമ്മളുടെ വിഷയത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനൊന്ന് ഓടിച്ചു പോകുന്നതേ ഉള്ളൂ. കാര്യം ഇതെല്ലാം നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ഒത്തിരി സമയമെടുത്ത് പഠിക്കേണ്ടതായ കാര്യങ്ങളാണ്. അവിടെ ആ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞെന്ന് കാര്യം, ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ. അതായത് അവിടെ രക്ഷ എന്ന് പറയുന്നത് എൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ്. അത് ഞാൻ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. പഴയ നിയമത്തിലെ രക്ഷ എന്ന് പറയുന്നത് രക്ഷ, അവിടെ നമ്മൾ ഇതെല്ലാം കൂടി ചെയ്താൽ നമ്മൾ രക്ഷപ്പെടുകയാണ്. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മൾ ആരും രക്ഷപ്പെടുകയല്ല, രക്ഷിക്കപ്പെടുകയാണ്. ഇതാണ് ന്യായപ്രമാണത്താലുള്ള നീതിയും വിശ്വാസത്താലുള്ള നീതിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. എന്ത്? പഴയ നിയമത്തിൽ നമ്മൾ പ്രവർത്തിച്ച് രക്ഷപ്പെട്ടോണം. പുതിയ നിയമത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മളെ ഒരു ആക്റ്റീവ് വോയിസ് ആണ്, നമ്മളെ രക്ഷിക്കുകയാണ്. നമ്മൾ രക്ഷപ്പെടുകയല്ല, നമ്മൾ രക്ഷിക്കപ്പെടുകയാണ്, നമ്മൾ രക്ഷിക്കുകയാണ്. അത് വേറൊരാൾ ചെയ്യുന്ന ആക്റ്റാണ്. അത് പാസീവ് അല്ല, അത് ഇറ്റ്സ് ആൻ ആക്റ്റീവ് വോയിസ്. അത് എന്താണ്? അതിനകത്തൊരു പ്രവൃത്തി ഉണ്ട്. ആ പ്രവൃത്തി നമ്മൾ അത് ചെയ്യുന്ന ഒരാളുണ്ട്. കർത്തൃപ്രയോഗം എന്ന് പറയുന്നത്, ഐ തിങ്ക് കർത്തൃപ്രയോഗം എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് ശരിക്കും ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ യഹെസ്കേലിന്റെ പ്രവചനം 31-ാം അധ്യായം 19-ാം വാക്യത്തിലും, എന്നാൽ ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ ജീവിക്കും എന്ന് പറയുന്നു. പ്രവർത്തിച്ച് രക്ഷപ്പെടുക. എന്നാൽ പ്രവർത്തിച്ച് രക്ഷ നേടാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ആർക്കെങ്കിലും കഴിയുമായിരുന്നെങ്കിൽ, അതിന് തക്കവണ്ണമുള്ള കപ്പാസിറ്റി ഒക്കെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ യേശുവിന് ഭൂമിയിലേക്ക് വരേണ്ടതായ കാര്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പോള് ഇതിനെക്കുറിച്ച് അതിന്റെ 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ച പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ന്യായപ്രമാണം മോശമായിട്ടൊന്നുമല്ല. നമ്മൾ 7-ാം അധ്യായം വായിക്കുമ്പോൾ, റോമാലേഖനം 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണം ആത്മീകമാണ്, അല്ലാതെ ന്യായപ്രമാണം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. എന്തുകൊണ്ടില്ല? ഞാൻ ജഡമയനായതുകൊണ്ട്, അഥവാ ജഡത്താലുള്ള ബലഹീനത നിമിത്തം എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ കഴിയാത്ത നിലയിൽ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഒരു സ്പെസിഫിക് അതായത് അതിന്റെ അർത്ഥം നമ്മളൊന്ന് ഗ്രഹിക്കണം. അതായത് ഈ ശരീരത്തിലേക്ക് യേശുവിനെ അയച്ചിട്ട് പിതാവ് പറയാണ്, ഈ ശരീരത്തിൽ നീ എന്ത് ചെയ്യണം? ഈ ന്യായപ്രമാണം നിവർത്തിക്കണം. ഈ ശരീരത്തിൽ ന്യായപ്രമാണം നിവർത്തിക്കണം. അത് ദൈവത്തിനൊരു വലിയ
ഒരു നീഡായിരുന്നു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് ന്യായപ്രമാണം അനുസരിക്കാൻ കഴിയും എന്ന് തെളിയിക്കണമായിരുന്നു. ഇനി ലോകത്തിലൊരു മനുഷ്യനും ഈ ന്യായപ്രമാണം എന്ത് ചെയ്തില്ല? ഈ ജഡത്തിൽ ജീവിച്ചുകൊണ്ട് അനുസരിക്കാഞ്ഞപ്പോൾ നാച്ചുറലി എല്ലാവർക്കും ചെന്ന് ദൈവസന്നിധി പറയാം, എന്താ ആരും ചെയ്തിട്ടില്ല, പിന്നെ ഇപ്പൊ എന്റെ കാര്യത്തിൽ മാത്രമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ അനുസരിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ അനുസരിക്കാൻ പറ്റുന്നത്? അനുസരിക്കാൻ കഴിയാവുന്ന ഒരു ന്യായപ്രമാണമായിരുന്നു ഞാൻ അനുസരിച്ചതിന്. പക്ഷേ ഇതൊന്നും ന്യായപ്രമാണം എനിക്ക് അനുസരിക്കാൻ കഴിയില്ല. ഈ ശരീരത്തിൽ ജീവിക്കുകയാണെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ദൈവത്തിന്റെ സന്നിധി നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഒരു ഉത്തരം മുട്ടി പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകും, ഇല്ലേ? പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നു? തന്റെ പുത്രനെ ഈ ശരീരത്തിലേക്ക് അയച്ചു. എന്ന് പറഞ്ഞു ജീവിക്കുക. 33 വയസ്സ് വരെ അവൻ ന്യായപ്രമാണം സമ്പൂർണമായി അനുസരിച്ചുകൊണ്ട് ജീവിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യത്യാസമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കെന്നറിയാമോ? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു. പാപജഡത്തിൽ അയച്ചെന്നല്ല, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു. എന്താ അതിന്റെ അർത്ഥം? യേശു ഭൂമിയിലേക്ക് വന്നത് പാപജഡത്തിലല്ല. അതാണ് പലപ്പോഴും ചില ഗ്രൂപ്പുകൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, എന്താ, ഹി വാസ് ജസ്റ്റ് ലൈക്ക് മീ ആൻഡ് യു, അല്ലേ? എന്നെ പോലെയും നിങ്ങളെപ്പോലെയും ഒക്കെ ആയിരുന്നു അവനും. എന്താ, നമ്മളെപ്പോലെ പാപജഡത്തിലായിരുന്നു. പാപജഡത്തിലായിരുന്നു ഇവിടെ പറയുന്നില്ല. യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുവിനൊരു ശരീരം ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ പോലെ ജഡമയനായിരുന്നില്ല അവൻ. റോമാലേഖനം 7-ാം അധ്യായത്തില് നമ്മൾ അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പോൾ പറയുന്നു, ന്യായപ്രമാണം ആത്മീയമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. 15-ാമത്തെ വാക്യത്തിൽ, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനത്രേ ഞാൻ ചെയ്യുന്നു. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതും ഇല്ല. ഇതാണ് ഒരു നോർമൽ മനുഷ്യന്റെ, ആദാമിൽ നിന്ന് ജനിച്ച ഏതൊരു മനുഷ്യന്റെയും സ്ഥിതി. ആദാമിൽ നിന്ന് ജനിച്ച ഏത് മനുഷ്യനും ജഡമയനാണ്. ഞാൻ പറയുന്നത് ഗ്രഹിക്കുക. പക്ഷേ ആ ജഡമയനായിട്ടല്ല യേശുക്രിസ്തു വന്നത്. അതുകൊണ്ട് യേശു എന്റെ ശരീരത്തോട്, അതൊരു ആദാമ്യ പ്രകൃതം വഹിക്കുന്ന, ഞാൻ ആദാമിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ആദാമിനെ എനിക്ക് മാക്സിമം ആകാൻ കഴിയുന്നത് ആദാമിനെ പോലെയാണ്. ആദാമിനെ പോലെ, അതായത് വീണുപോയ ആദാമിന്റെ മക്കളാണ് നമ്മൾ, അല്ലാതെ വീഴുന്നതിന് മുമ്പുള്ള ആദാമിന്റെ മക്കള് അല്ല. അതുകൊണ്ടാണ് വീണുപോയ ആദാമിന്റെ മക്കൾക്ക് മാക്സിമം, നമ്മളിപ്പോ നമ്മുടെ സ്വന്തം അപ്പനെ പോലെയാണല്ലോ നമ്മൾ വളരുന്നത്, മാക്സിമം. അതുകൊണ്ട് ആദാമിൽ നിന്ന് ജനിക്കുന്ന ഏത് വ്യക്തിയിലും പാപത്തിന്റെ ജീൻ അവന്റെ സിരകളിലൂടെ ഓടുകയാണ്. അതായത് അവന് പാപത്തോടുള്ള ഇൻക്ലിനേഷൻ ഉണ്ട് ആദാമിൽ നിന്ന് ജനിക്കുന്ന ഏതൊരു വ്യക്തിക്കും. അതുകൊണ്ടാണ് ഞാൻ ജഡമയൻ എന്ന് പറയുന്നത്. ഞാനോ ജഡമയൻ, നന്മ ചെയ്യാനുള്ള ആഗ്രഹം എനിക്കുണ്ട്, പക്ഷെ എനിക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ എന്താണ്? ഞാൻ ജഡമയനാണ്. എന്നാൽ യേശു കർത്താവ് നമ്മെപ്പോലെ ഒരാളാകുമ്പോൾ ഈ സ്ട്രഗിൾ ആ രീതിയിലാണ് സഹിച്ചതെന്ന് നമ്മൾ ചിന്തിക്കരുത്. അതായത് ഇവിടെ നമ്മളുടെ മനസ്സ് കൊണ്ട്, അതായത് ഇറ്റ് ഈസ് ഒരു ഫൈറ്റ് നടക്കുകയാണ്. അതെന്താണ്? നന്മ ചെയ്യണമെന്നുള്ള എൻ്റെ മനസ്സിന്റെ ആഗ്രഹം, എൻ്റെ മനസ്സ്. പക്ഷെ അത് ചെയ്യാൻ കഴിയാതെ എനിക്കത് സാധിക്കാതെ ഇരിക്കുന്ന എൻ്റെ ജഡം. ഇറ്റ് ഈസ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ഫ്ലഷ്. മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു 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 യുദ്ധം. അവിടെ മനസ്സുകൊണ്ട് ന്യായപ്രമാണത്തെ ഞാൻ രസിക്കുന്നു, എന്നാൽ പ്രവൃത്തിയിൽ വരുമ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാപമായി പോകുന്നു. കാരണം എന്താണ്? ഞാൻ ജഡമയൻ. കാര്യം ഞാൻ ഈ ഫോളൻ നേച്ചറിലാണ് ജീവിക്കുന്നത്, ജഡത്തിന് കഴിയുന്നില്ല. എന്നാൽ അതിനൊരു പരിഹാരമെന്ന നിലയിൽ യേശുവിനെ കർത്താവ് അയച്ചു. പക്ഷെ യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവന് നമ്മുടേതുപോലെ ഒരു ശരീരം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടേതുപോലെ ഒരു ജഡം ഉണ്ടായിരുന്നില്ല. യേശു മനുഷ്യനായിരുന്നു, എന്നാൽ അവൻ ജഡമയനായിരുന്നില്ല. ഞാനീ പറയുന്നത്
അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതായ ഒരു കാര്യമാണ്. എബ്രായലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ അവിടെ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവൻ ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ജഡം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അതായത് വാക്ക് വ്യത്യാസമാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ പറയും, യേശുവിന് ജഡം ഉണ്ടായിരുന്നല്ലോ. അവിടെ പറയുന്നത് ഹി ഷെയർഡ് അവർ ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്നാണ്. നമ്മുടെ ശരീരവും രക്തവും. അത് ഇവിടുത്തെ ജഡമല്ല പറയുന്നത്. അതായത് എനിക്കൊരു ശരീരമുള്ളതുപോലെ, എനിക്ക് ശരീരത്തിൽ മാംസവും രക്തവും ഉള്ളതുപോലെ യേശുവും മാംസവും രക്തവും ഉള്ളവനായി എന്നെ പോലെ തന്നെ ഉള്ള ഒരു ശരീരത്തിൽ ജീവിച്ചു. താഴ്ചയുള്ള ശരീരത്തിലാണ് അവൻ ജീവിച്ചത്. അവനും രോഗം ശീലിച്ചവനായിരുന്നാ പറയുന്നത്. അവന് വിശന്നു, അവന് കരഞ്ഞു, അവൻ സന്തോഷിച്ചു. താഴ്ചയുള്ള ഒരു ശരീരത്തിൽ, പക്ഷെ വീഴ്ചയുള്ള ഒരു ശരീരത്തിലല്ല അവൻ ജീവിച്ചത്. അതാണ് അതിനകത്തെ വ്യത്യാസം. കൃപയാൽ രക്ഷ നേടി ഞാൻ ദൈവകൃപയിൽ നിലനിൽക്കുന്നു. എല്ലാം കൃപയാൽ ദൈവകൃപയാൽ ദൈവം പുകഴാൻ എന്നിലില്ലേ. കൃപയാൽ രക്ഷ നേടി ഞാൻ ദൈവകൃപയിൽ നിലനിൽക്കുന്നു. എല്ലാം കൃപയാൽ ദൈവകൃപയാൽ ദൈവം പുകഴാൻ എന്നിലില്ലേ. പാപബദ്ധനായി വലഞ്ഞതാം എന്നെ പുത്രനാക്കി വിളിച്ചതാം ദൈവസ്നേഹമെന്തു മനോഹരം. അജ്ഞനായി വെറുമന്യനായി പാപബദ്ധനായി വലഞ്ഞതാം എന്നെ പുത്രനാക്കി വിളിച്ചതാം ദൈവസ്നേഹമെന്തു മനോഹരം.